നമസ്കാരം. എനിക്ക് തോന്നിയ ഒരു വളരെ രസകരമായൊരു ഒബ്സർവേഷൻ ആണ് ഇന്ന് ഞാൻ എൻജോയിൻ ലെസൺസിൽ ഷെയർ ചെയ്യുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ കരഹരപ്രിയ എന്ന രാഗത്തിൻ്റെ ജന്യരാഗങ്ങൾ, ഒരുപാട് ജന്യരാഗങ്ങളുള്ള ഒരു രാഗമാണ് കരഹരപ്രിയ. അപ്പോൾ ശ്രീരഞ്ജിനി, ആഭോഗി ഇതൊക്കെയാണ് മെയിൻ പോപ്പുലറായിട്ടുള്ള ജന്യരാഗാസ്. പക്ഷെ അതിൻ്റെയൊക്കെ അനുപല്ലവിയുടെ പ്രത്യേകത നോക്കി, എല്ലാം ഒരേ രീതിയിലേക്ക് മേൽ സ്ഥായിയിലേക്ക് പോകുന്ന രീതിയിലാണ് അനുപല്ലവി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കീർത്തനങ്ങൾ കുറിച്ചെടുത്ത് നോക്കി അതിൻ്റെ അനുപല്ലവിയൊക്കെ എങ്ങനെയുണ്ടത്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീരഞ്ജനി എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം ഇതിൻ്റെ അനുപല്ലവി നോക്കുമ്പോൾ അപ്പോൾ എല്ലാം ആ ഷഡ്ജ ഋഷഭം എന്ന് പറയുന്ന ആ ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനി ഇതുപോലത്തെ കുറച്ച് കീർത്തനങ്ങൾ നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ അനുപല്ലവി മേളിലാണ്. ഇപ്പോൾ ദേവാമൃത വർഷിണി. ഇതിൻ്റെ അനുപല്ലവി ശിവുടനോ മാധവുടനോ, അതേ ഷഡ്ജ ഋഷഭം ഏരിയയിലാണ്. ശ്രീരഞ്ജനി തന്നെ സുഖ സുഖ മൃദംഗ താളമോ, അതിൻ്റെ അനുപല്ലവിയും നിഗമശിരോധ മുഗൽഗിന മേളിലേക്കാണ്. ഇനി അതുപോലെ കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 പാട്ടുകളായിരുന്നു. നാട്ടിമാട്ടം മരച്ചിത്തിവോ, പട്ടി വിടൂറാതു. അതിനകത്ത് പട്ടി വിടൂരാതു അനുപല്ലവി എടുത്താൽ മേളിലേക്കാണ്. നാട്ടിമാട്ട് അതിൻ്റെ അനുപല്ലവിയും മേളിലേക്കാണ്. ഇനി ശ്രീ മഹാഗണപതേ ആഭോഗിയിലെടുത്ത് നോക്കുകയാണെങ്കിൽ സാമകീർത്തനരതേ മേളിലേക്കാണ്. നന്നു ബ്രോവനി ഈ കീർത്തനത്തിനകത്തും ചിന്ന നടന മേളിലേക്കാണ്. ഒരു കീർത്തനം കൂടി പറയാം. ജയമനോഹരിയിൽ നമ്മുടെ യജ്ഞാദുലു എന്ന് തുടങ്ങുന്നത് ഇതാണ് അതിൻ്റെ അനുപല്ലവി. അപ്പോൾ വളരെ രസകരമായിട്ട് തോന്നിയ ഒരു ഒബ്സർവേഷനാണ് ഇന്ന് ഷെയർ ചെയ്തത്. കരഹരപ്രിയ ജന്യരാഗങ്ങളായി രാഗങ്ങളുടെ എല്ലാം അനുപല്ലവി ഒരേ ഏരിയയിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്.